തിരിച്ചു വരാം. ശ്രീ കെ എം അഭിജിത്ത്, KSUവിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ എത്ര കണ്ട് ശക്തമായൊരു പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റേതല്ലാത്ത അല്ലെങ്കിൽ പോലീസിനെ മാത്രം കൈയൊഴിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഒഴിയാൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ KSUവിനെ സംബന്ധിച്ച്? ഒന്ന്, ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ ആ അമ്മയെ അനുകൂലിക്കുമ്പോഴും SFIയും DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഭരണവിലാസം സംഘടനകളായി അധപ്പതിച്ചതിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. രണ്ട്, നമുക്കറിയാം ഈ സമരം തുടങ്ങാനുള്ള സാഹചര്യം 90 ദിവസങ്ങളായി ജിഷ്ണു പ്രണോയി എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പാമ്പാടി നെഹ്റു കോളേജിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട് എന്തെങ്കിലും നടപടി ഈ ഗവൺമെന്റ് എടുത്തോ? ഈ അമ്മ കത്തെഴുതി, ഈ അമ്മ അവിടെ പോയിട്ട് കണ്ടു, ഒരുപാട് പ്രയാസങ്ങൾ ഈ ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിച്ചു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് ഈ സമരം നടക്കുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പേ മാധ്യമങ്ങൾക്കറിയാം, പോലീസുകാർക്കറിയാം, ഗവൺമെന്റിനറിയാം, പിണറായി വിജയൻ അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് ഈ അമ്മ ഇന്ന് സമരവുമായിട്ട് കടന്നു വന്നപ്പോ അവരെ ഏകപക്ഷീയമായി അടിച്ചോടിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു കൊടിയില്ല, ഒരു കൊടിയുള്ള വടിയില്ല, ഒരു ബാനറില്ല, ഒന്നുമില്ലാതെ ഒരമ്മ തന്റെ മകന് നീതി ലഭിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ആ അമ്മയെ ഏകപക്ഷീയമായി മർദ്ദിച്ചത് അത് പോലീസിന്റെ മാത്രം അറിവോടുകൂടിയല്ല. അത് മുൻപ് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഈ അമ്മ സമരവുമായിട്ട് കടന്നു വരുന്നത് മുന്നേ തന്നെ ഗവൺമെന്റിനറിയാം, പിണറായി വിജയൻ അറിയാം, ഇവിടെയുള്ള പോലീസിനറിയാം. എന്നിട്ടും അവരെ തല്ലിച്ചതയ്ക്കണം, ഇവരിനി സമരവുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല, ഞങ്ങൾക്ക് മാനേജ്മെന്റ് അധികാരികളെ സംരക്ഷിക്കണം എന്ന നിലപാടുമെടുത്താണ് കേരളത്തിലെ ഗവൺമെന്റ് മുമ്പോട്ട് പോയത്. നമുക്കറിയാം, ഈ മഹിജ എന്ന് പറയുന്ന അമ്മയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കൃത്യമായി കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർ ആ സമരവുമായിട്ട് മുമ്പോട്ട് വന്നു. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർ ഈ അമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാർച്ച് നടത്തി. ഇന്ന് മലപ്പുറത്ത് എന്താ സംഭവിച്ചത്? മലപ്പുറത്ത് KPCC ജനറൽ സെക്രട്ടറി ശ്രീ PC വിഷ്ണുനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോകുന്ന PC വിഷ്ണുനാഥിനെ വരെ ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് മർദ്ദിച്ച പോലീസ് ഈ സമരങ്ങളെ അടിച്ചമർത്താൻ പോലീസ് കടന്നു വരികയാണ്. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, എത്രയൊക്കെ ചോര ഒഴുക്കപ്പെട്ടാലും, എത്ര കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർ ജയിലിൽ അടയ്ക്കപ്പെട്ടാലും ഈ അമ്മയ്ക്ക് നീതി കിട്ടുന്നതുവരെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർ